ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉവൈസിൻ്റെ ഇടയിൽ കേട്ടോ വന്ന്. ഉവൈസിൻ്റെ ഇട എന്താ പരിപാടി? വെറുതെ ചുമ്മാ നമ്മൾ ഡെയിലി വ്ളോഗ് ഇടാൻ വന്നു. ഇതാണ് നമ്മളെ ഉവൈസിൻ്റെ ഹോം. ഉവൈസേ എന്ത് ഇങ്ങോട്ട് വാ. എന്താ എന്ത് വാടാ. ഒന്നും ഉണ്ടായിരുന്നോളാ. അല്ല മറ്റേ അടുപ്പ് സിനടുപ്പ് അല്ല ആവശ്യം കൂടി പോവും. എന്ത് സ്പോഞ്ച് നമ്മളെ നാട്ടിൽ പോയാൽ പോരാ. അരിപ്പയുമായി വരുന്നുണ്ടല്ലോ. എന്താ മുന്തിരി ജ്യൂസ്, മുന്തിരി പുഴുങ്ങിയ ജ്യൂസ്. മുന്തിരി പുഴുങ്ങിട്ടോ? ഫസലാണ് എത്തി. ഫസലാണ് ചെരുപ്പ്. ജ്യൂസ് അടിക്കുന്ന സിനാനാ. പക്ഷെ അമ്മച്ച മെയിൻ സിനാൻ വിട്ടാനെന്ന് തോന്നുന്നു. ഫസൽ ഓലിവിടെ വന്നീനോ? റിയാസിന്റെ പേരിന്റെ അടുത്തുള്ളവരൊക്കെ കുടുംബക്കാരാണല്ലോ. ആ ഭാഗത്തൊക്കെ റിയാസിനെ ചോദിച്ചാൽ റിയാസ് അറിയാം ഏത് കുടുംബം. അല്ല ഓർക്ക് ചിലപ്പോ അവന്റെ വല്യാപ്പന്റെ പേരറിയാം. വെള്ളം വരണ്ട. ജ്യൂസ് മേക്കർ കണ്ടോ? ജ്യൂസ് മേക്കറാണ് മെയിൻ. ഇതൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. പോണേ പൂച്ച നല്ല പേടി. ഇനി കൊടുക്കും. എടാ വാ കയറിയോ? ഇനി ഇതടക്ക പോണേ. ഇനി എവിടെ പോവാ? കിട്ടോ? ലെൻസ് ഇട്ടാ സീനാ. സൂം ചെയ്ത് ഓനെ വിളിച്ചത് ദൂരമുള്ള കണ്ണൊക്കെ അവസ്ഥല്ല. എന്താ പറയുക എനിക്കറിയില്ല. നിക്കാലൊക്കെ ഇനിയേട്ടാ. ഇനി ഞങ്ങൾ ജ്യൂസ് അടിച്ചു. ജ്യൂസ് കുടിക്കുക. ജ്യൂസ് അടിച്ച് അടുത്ത് മഞ്ചല്ലേ? മഞ്ച സാധനം മഞ്ച. മറ്റേ മോനെ ഇത് ഉണ്ടാക്കണോ? ഇത് വാങ്ങുന്നല്ല. ഇതൊന്നും കണ്ടുവിടാ. ഇന്നലെ രാത്രി അവിടെ നീ ആദ്യമായിട്ട് എവിടെ ഇരുന്നേ? എന്റെ അടി വന്നില്ലല്ലോ. എടോ പൂച്ചനെ വളയ്ക്കണമെങ്കിൽ ഫസലിനെ വിളിച്ചാൽ മതി അല്ലേ? ഓനടെ കൊറേ ഉണ്ടല്ലേ പൂച്ചനെ വളയ്ക്കുന്ന ഓരോ ടീം. ഓന്നറിയണ്ട ഓരോ ഞമ്മക്ക് പേടിയാ. പറഞ്ഞില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. പെണ്ണിട്ടതും പൂച്ചന്റെ എഴുതിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇവൻ പറഞ്ഞ നേരത്തെ ഇങ്ങും പറഞ്ഞു
അതന്നെ എല്ലാരും പറയുന്നുണ്ട്. എടാ എടാ നീ എന്താ ചെയ്യുന്നത് തന്നെ. പൂച്ച എങ്ങനെ ഇവരുടെ ഏതടാ ഈ വെള്ളം പൂച്ച നോക്കുന്നത്? പൂച്ച ഈ ചങ്ങായി നല്ല ലുക്ക് ഉണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട ചങ്ങായിര, ഞാൻ പോവാ. ഇതേതാ കാട്ടുകോഴി? എടാ പൂച്ച എന്നാടല്ലേ എന്താടാണല്ലേ ഉള്ളത്? ചെറുതേ ചെറുതേ കുറച്ചൊന്നല്ല. പക്ഷെ എന്താ അറിയോ, ഞാനൊന്ന് പോയപ്പോ പൂച്ച ഞാൻ മണ്ടിച്ചു മോനെ. എന്റെ പേര് ആ ചെറുത് ഞാന് അതങ്ങ് പോയി അകത്തേക്ക്. ഞാൻ അങ്ങനെ കൈ കൊണ്ട് ഞൊട്ടി, അതൊരു വരവാ. പിന്നെ എന്നെ വിട്ടിക്കില്ലേ. ആ ഞാൻ മണ്ടിയിട്ട് പൂച്ചക്ക് എനിക്ക് ആടാ പൂച്ച ഞാൻ മണ്ടിച്ചു. ഞാൻ മണ്ടിയിട്ട് പണ്ട് ഞാൻ ലാസ്റ്റ് എന്റെ അമ്മ ഒരു പിടിയാ. എന്റെ അമ്മ തട്ടിയുടെ ഒറ്റ പിടി പൂച്ചനെ. കാരണം എന്താ പോലെ അവതാരം വന്നത് ഉണ്ടായി പോയി. വാ നമ്മള് പോവാ. ഞാൻ മുട്ടായി ഒന്നില്ലല്ലോ. ചുണ്ടുമലൊക്കെ എന്താ അത് വേറെയാ. പേരെന്താ? എനിക്ക് കിട്ടായിട്ടല്ലേ അത് വേറൊന്ന്. കുടിച്ചിട്ട് അഭിപ്രായം പറയും. സിനാന ഉണ്ടാക്കി അഭിപ്രായം പറയും. പോടാ അത് നല്ല രസം കേട്ടോ. ഞാൻ കൈ കൊണ്ടിട്ടാ. അത് നോക്ക് സെറ്റാട്ടോ. ചായ അടിക്കാൻ ജ്യൂസ് അടിക്കാൻ കാര്യം ഞാൻ റെഡി. ചായ ഉണ്ടാക്കുന്ന ഇങ്ങനെ മുതലാളി ഇങ്ങി പോരെ. മുതലാളി ആരാഴ്ച ചായ അത് ഞാനടാ പൊളി ഉണ്ടാക്കാൻ വേണ്ടി. ഇതേതാ? എല്ലാവർക്കും കൊടുക്കുക. ആ ഇതാ വലിയ ക്ലാസ്. ഒരു കോഴിമുട്ടായി ടേസ്റ്റ്. അത് ഇതല്ലേ മറ്റേ ഫ്ലേവർ അല്ല. അത് തീന ഇതാക്കുക. കുടിച്ചോ?
എടാ ജ്യൂസ് കുടിക്കാൻ സമ്മതിക്കടാ. എന്താടാ നിനക്കെന്താടാ വയ്യ? നീ എന്നെ തന്നെ എന്താടാ വീഡിയോ എടുക്കുന്നത്? ഞാൻ ജ്യൂസ് കുടിക്കട്ടോ. ആ ചെറുക്കുന്നുണ്ടല്ലേ? എടാ നീ എന്നെ കുറ്റം പറയുന്നുണ്ടോ? എടാ നിന്നെ ഞാൻ നീ എന്നെ എടുക്കണ്ട. എടാ നീ വീണ്ടും ഓഫാക്കിട്ടാ ജ്യൂസ്. എനിക്ക് ശ്രദ്ധ അല്ലട്ടാ, ഇനി ജ്യൂസ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. തിരക്കുള്ള വീഡിയോ ഉണ്ടാക്കില്ലേ? അവൻ സ്വിച്ച് നോക്കാക്കൂല. അതത്രേ ഉള്ളൂ. സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞതാണ് ഞാൻ. കറണ്ട് ഒന്നല്ല പറഞ്ഞേ. സ്വിച്ച് ഓഫ് ആക്കാനേ പറയുള്ളൂ. കറണ്ട് പുതിയ മീശ വന്നു. അതെന്റെ കാറാ? ഞാൻ എടുക്കട്ടെ. പോടാ. കൊറേ എന്ത് എന്ത് അതിന് ആ സേഫ്റ്റിക്കാണ് എന്ത് വെച്ച് മൂന്നാമത്തെ ഒരു സാധനം എർത്തിലേക്കുള്ള സേഫ്റ്റിയാണ്. വിടുന്നുണ്ട് തോന്നി താഴത്തൊരു പോരുണ്ട്. എവിടെയൊക്കെ വന്ന് ഓന്റെ പോരാ എന്താ എലന്റെ ശവം. എലന്റെ ശവല്ലേ? അസ്ഥിക്കൂടം. എലന്റെ ശവല്ലേ? എലന്റെ ഓടെ പൊട്ട. എലന്റെ ശവമൊന്നുമല്ല, അസ്ഥികൂടം. എടാ എന്താ ഇങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുവന്ന്? അവിടെ ഒരു പുരണ്ട്, ഒരു അഡ്വക്കറ്റിന്റെ പുരണ്ട്. വല്ല ഫസലിന്റെ സിനാന്റെ അടിയൊന്ന് തീരുമാനമാണ്. അഡ്വക്കറ്റ് പൂള തിന്നുന്ന പ്രതിയല്ലേ? എലി. എടോ ഒരു ടീമിട്ട് പോയേക്കും. പിന്നെ ഏതോ പാവപ്പെട്ട മനുഷ്യൻ കുഴിച്ചിട്ട പൂളയൊക്കെ തിന്നാൻ പോകാൻ പറ്റും. ഉളുപ്പില്ലേ? എലിക്ക് എലി ഇവിടെ വീണെടുക്കൂടോ? ഇവിടെ പോകുമ്പോ കഥയോ? എന്ത് കഥ? കഥ ഒരു കഥ കേൾക്കാം നമുക്ക്. എന്താ കഥ? ആരോ തൂക്കിക്കൊന്ന കഥയില്ലേ? ഇല്ലേ? പൊതുവെ ഇങ്ങനെ ഒരു ഇത് കണ്ടാ പറയൂല. ഒരു കഥ അല്ലല്ലോ. ഞാൻ എന്റെ പോലെ ആർത്താണല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കഥ കേട്ടില്ലല്ലോ. നീ അതിന്റെ ഇടയിൽ ഉണ്ടാക്കിയ കഥ? എടാ എന്താടാ നിങ്ങളൊക്കെ ഇങ്ങനെ? അത് ഇതല്ല. പുലിന്റെ മറ്റേ മാന്റെ ഒക്കെ കൊമ്പൊക്കെ ഉണ്ടോ കേട്ടോ? എല്ലും മുള്ളതാ. ഇവിടെയോ? ആമസോൺ കാട്ടല്ല നമ്മളെത്തി. എന്താ കോയിന്റെ എല്ലാം ഉണ്ടാവും. ചേട്ടനെ പിടിച്ചാട്ടോ കൊണ്ടുപോയുണ്ട്. എന്ത് കുറുക്കനോ? അപ്പൊ അതല്ലേ തുറക്കാണ്ടിരിക്കുന്നത്. എടാ സിനാനെ ഇനി ഓസിക്ക് ഇങ്ങിട്ട് അടിച്ചോട്ടോ. അതൊരു കൊടുത്ത പോലെ എന്താ വിളിച്ചറിയാന്ന് ഓൽക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഫസല കൂടല്ലേ? ഫസല ശ്രദ്ധിക്കണം. എല്ലാം കേട്ടാ നല്ല വെച്ചുണ്ടാവും. നാട്ടുകാരൊക്കെ കേൾക്കും. അല്ല ക്ലിയർ ഉണ്ട്. നമ്മള് ഇങ്ങനെ കൈ കൊണ്ട് കൊട്ടിയത് തന്നെ കേൾക്കില്ലേ?
ഇതുണ്ട്. ഇതാണ് മൈക്ക് വരുന്നത് ഈ സാധനം. അപ്പം നല്ല ഇതുണ്ടാവും. ഇത് ഇവിടെ അല്ലേ വെക്കുക? എങ്ങനെ വെക്കുക? ഇവിടെ ഇതുള്ളിലും മറ്റേ നമ്മൾ എങ്ങനെ വെച്ചാൽ അഡ്വക്കറ്റോ? ഇതാ ഇത് പൊരന്റെ സ്റ്റാർട്ടായതോ? എന്താ ഇനി വോയിസ് മതി, വീഡിയോ അതിനടുത്തോ. ഇതെന്ത് വലിയ വീടാ? വലിയ വരാ? വലിയ നാച്ചുറലാണ്. നാച്ചുറൽ. ഇവിടെ ആരും ഇല്ല ഇപ്പൊ? അതെന്റെ കണക്ഷൻ. നമ്മളെ യൂട്യൂബ് പൂട്ടിക്കോ മറ്റേ മിക്കവാറും സെൻസിറ്റീവ് കണ്ടന്റ് ഇവിടെ ഒറിജിനൽ വീട് ഏതാ? നല്ല സൈറ്റ് നോക്കി നമുക്ക് ഫോട്ടോ എടുക്കാം. എടോ ഇവിടെ ഒറിജിനൽ വഴി ഏതാ? ഇതോ അതിലങ്ങനെ കാറൊക്കെ വരുമോ? ഓടാ. അപ്പൊ ഇതെന്റെ പറഞ്ഞ ഇതിലങ്ങനെ വരാൻ പറ്റുമോ? മേലോട്ട് കയറിയാല് ആ വളവില്ലേ കോൺക്രീറ്റ് കഴിയുമ്പോൾ അവിടുന്ന് ഒരു വഴിയുണ്ട്, ഇട വഴി. എല്ലാം കൊണ്ട് നടന്നാൽ ഇവിടെയൊക്കെ. അപ്പൊ കാറൊക്കെയോ? ആരെ? അനിയന് ഏട്ടനൊക്കെ ഉണ്ട്. ഇവന്റെ തറവാട് ഇവിടെ തന്നെ. ഓടാ. ഇതെന്താക്കി നീട്ടി പിടിക്കൂ. ആരെ കൊണ്ടോ അടിക്കുന്നതൊക്കെ ഉണ്ട്. ലക്ഷ്മിയമ്മ കുഞ്ഞപ്പന്റെ ഇപ്പുറത്തെ വീട്ടിലെ നിക്കടാ. മീനൊക്കെ ഉണ്ട്. ഇവിടെ പോയില്ലാരില്ല. എടോ സിനാനെ മീൻ മീനല്ല തവള പോടായിരുന്നു. ഇങ്ങോട്ട് കേറണ്ട പൊട്ടാ. എന്തേ ഓണായോ? ഇവിടെ മാഷിങ് ഭയങ്കര ലൈക്ക് ആയിട്ടോ. കല്ലുകൊണ്ട് അതന്നെ കല്ലുകൊണ്ട് സാധനം വെറൈറ്റി. നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ? നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം. ഇതിന്റെ അടിയിൽ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ രാത്രി അല്ലേ സിനാനെ? ലൊക്കേഷൻ വെറൈറ്റി ആണ്. രാത്രി ഒക്കെ അല്ലേ സെറ്റാ ഫുഡ് കഴിക്കാൻ അല്ലേ? അതന്നെ എല്ലാം കൊണ്ടും റിയാക്ഷൻ ഫസല് മെയിൻ ലൊക്കേഷൻ ആണ്. അതല്ലേ വെഡിങ്ങിനെല്ലാം ഫോട്ടോ എടുക്കാനല്ലേ ആ ഒരു ഇതില്ലേ ഓലെ രണ്ടെണ്ണം കാണുമ്പോ പ്രത്യേകിച്ച് ഫസലിനെ കണ്ട കറക്റ്റാ. സൂമാക്ക് 3xലേക്ക് ഇട്. വേണ്ട 2xലിട്. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, നീ എന്നെ കുറ്റം പറയുകയല്ലടാന്ന്. സെറ്റാ പറഞ്ഞേക്ക്. അടുത്ത ബ്ലോഗിൽ നല്ല കാര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ കൂടി ഇരുന്നാലേ ഇവിടെ ഒരാൾ നിന്നിട്ട് മോനെ ഫസൽ ഐഡിയ. എന്റെ
പിന്നെ തല നിറച്ച ഐഡിയകളാട്ടോ. അതാണ് അങ്ങനെ മുടിയായി. ഐഡിയകൾ ഇങ്ങനെ വന്നിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ വരുവാ. ഇവരെയും കൊണ്ടാണല്ലോ ഞാൻ കുളിച്ചു പറ്റി. ഒന്ന് നോക്കണോ? റെഡിയാ? ഒന്നുമില്ലാത്ത ഞാനോ? ചെറുപ്പിക്കലാണോ? അങ്ങനെ തൊണ്ട പോയി ചെറുപ്പിക്കല്ലേ പ്ലീസ്. കുത്തിരിക്കണോ? ഒരു തമ്പനയിൽ എടുക്കാനുള്ള കഷ്ടപ്പാടല്ലേ. അപ്പോ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകട്ടാ. പറയുന്നു കാണിച്ചു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കട്ടാ. പറഞ്ഞു കഴിഞ്ഞു നോക്കാം. എന്തൊക്കെ കാണണ്ടേ റബ്ബേ. ഏത് മലന്റെ മല? സ്റ്റോപ്പല്ലേ ആശികെ കിടക്കട്ടെ. സന്തോഷാട്ടെ. മുള മുള അല്ലല്ല മുള. എല്ലാ കാര്യങ്ങളും ലോകം മൊത്തം അറിയുന്നു. വേണ്ട സ്ഥലപ്പേര് ഇനി പറയല്ലേ. മല 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 നമ്മളാടല്ലേ എന്തൊരു പാറ. സെറ്റില്ലേ നാച്ചുറാലിറ്റിയാ. 4x4 എടുത്ത് തരണം അല്ലേ? ഇറങ്ങി കുലുങ്ങി വരും. ഇങ്ങനെ ഒരു നിർത്തുക എന്നൊക്കെയുള്ള ഒരു ബോർഡും ലൈഫ് സീനൊക്കെ ഒരു പ്രത്യേക ഒരു സമാധാനമുള്ളൊരു സെറ്റ്. നിക്കടോ നിക്ക് പോവല്ലേ മണ്ടല്ലേ. ഈലെ വണ്ടി വരൂ. ഈലെ എന്ത് വരിക? ലോറിയൊക്കെ അല്ലേ വരിക, അല്ലാണ്ട് കാറൊന്നും ഇല്ലല്ലോ. അടി അടി വരുമല്ലേ? ഞാൻ കയ്യിലല്ലേ നീ പറഞ്ഞു പോന്ന് ഈലല്ലേ കാട്ടുകൂടാ. എന്താക്കാ ഒരു ഗുഹ പോലെ അങ്ങോട്ട് കയറി പോയി. നല്ല വലിയ മീനായിരിക്കൂല, പാമ്പായിരിക്കും. പൊട്ട അല്ല, അത്ര വലുതല്ലടാ. നോർമൽ വലിയ ഒരു നമ്മളെ പിലോപ്പിന്റെ ഫുഡ് ദിങ്ങിണ്ടില്ല എന്റെ പൊന്റെ അടുത്തായിട്ട്. എന്താ നിങ്ങ അത് വേണ്ട ഞെട്ടിക്കുന്നോ നീ? അതൊന്നും വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് പോയി നേരത്തെ കയറണടാ. മറ്റേ ഞങ്ങൾ തോന്നി ഞാൻ വയ്യ പോലെ. ഞാൻ നിസ്കരിക്കാൻ പള്ളി പോകുന്ന 5 മിനിറ്റ്
തിന്ന് തടിക്കലോ തിന്ന് തടിക്കൽ തുടങ്ങിയില്ലേ? വേണ്ട വേണ്ട ആ വേണ്ട ഇട്ടു പോയോ? എന്നാ കുഴപ്പമില്ല. മതി. എന്താടാ എടുത്തോ ഇനി വർത്താൻ പറഞ്ഞ അവിടെ കുത്തിരുന്നു. സമയല്ല എടുത്തിട്ട് ചിക്കൻ പൊരിച്ചതല്ലേ ഏത് ടേസ്റ്റ് സെറ്റല്ലേ? അറിഞ്ഞു തിന്നുവല്ലേ കണ്ട കോഴിക്കറി എടുത്തില്ല. കൊച്ചു കള്ള. ഷാറൂഖ് ഖാൻ ആ കണ്ണടായിരുന്നാ? എടാ തോക്കൊക്കെ ഉണ്ട്. നോക്കിക്കോ പറഞ്ഞേ, നോക്കിക്കോ വെടിപ്പോ വരും വേക്കുന്നത്. കിട്ടി കിട്ടി. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കിയിടുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഓക്കെ ബൈ.